ओम श्री गुरुभ्यो नमः। ओम हरि श्री गणपते नमः। अविघ्नमस्तु। श्री गुरुभ्यो नमः। सौंदर्यलहरी। ओम श्री महात्रिपुरसुंदर्ये नमः। सदाशिवसमारंभा शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। सौन्दर्यलहरी मङ्गलश्लोकम्। सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यदिराजाय ते नमः। श्लोकं 91. पदन्यासक्रीडा परिजयमिवारब्धुमनसः स्खलन्दस्ते खेलं भवनकलहंसा न जहति अधस्तेषां शिक्षां सुभगमणिमञ्जीररणिद चलादाजक्षाणां चरणकमलं चारुचरिते। पदन्यास क्रीडा परिजयम् इव आरब्धु मनसः स्खलन्दः ते खेलं भवनकलहंसा न जहति अधः तेषां शिक्षां सुभगमणिमञ्जीररणिद चलाद् आजक्षाणां चरणकमलं चारुचरिते। हे चारुचरिते, അല്ലയോ മനോഹരമായ പദവിന്യാസത്തോടു കൂടിയ ഭഗവതി. പദവിന്യാസം എന്ന് പറഞ്ഞാൽ നടക്കുക. പദന്യാസ ക്രീഡാ പരിചയം, പദവിന്യാസ ലീലയിൽ പരിചയത്തെ ആരബ്ധു മനസ്സഹ ആരംഭിക്കുവാൻ, അതായത് പഠിക്കുവാൻ, അഭ്യസിക്കുവാൻ ഉത്സാഹത്തോടു കൂടിയവയോ ഇവ എന്ന് തോന്നുമാറ് സ്ഖലന്തഃ പദവിന്യാസ വിഷയത്തിൽ സ്ഖലന്തുക്കളായ, അതായത് അവർക്ക് വഴി മനസ്സിലാവാത്ത പോലെയുള്ള ഭവനകളഹംസഃ ഭവനത്തിൽ വളർത്തുന്ന ഇണങ്ങിയ അരയന്നങ്ങൾ തേ അങ്ങയുടെ നിന്തിരുവടിയുടെ ഖേലം വിലാസഗമനത്തെ ന ജഹതി ഉപേക്ഷിക്കുന്നില്ല. അതായത് അമ്മയുടെ പദവിന്യാസം നോക്കി അതേപോലെയാണ് ഈ ഹംസങ്ങൾ നടക്കുന്നത് എന്നാണ് പറയുന്നത്. അധഃ ഇത് കാരണമായിട്ട് ചരണകമലം പാതാരവിന്ദം സുഭഗമണി മഞ്ജീരരണിത ചല സുന്ദരവും രത്നമയവുമായ പാദസരത്തിൻ്റെ കിലുക്കം എന്ന വ്യാജത്തിൽ തേഷാം ആ അരയന്നങ്ങൾക്ക് ശിക്ഷാം പദവിന്യാസത്തിൻ്റെ അഭ്യാസക്രമത്തെ ആചക്ഷാണാം ഇവ ഉപദേശിക്കുന്നതോ എന്ന് തോന്നുമാറ് വിലസതി. അതായത് വീട്ടിൽ വളർത്തുന്ന അരയന്നം, അന്നനട എന്നൊക്കെ നമ്മൾ പറയില്ലേ, അരയന്ന നട എന്നൊക്കെ, അതേപോലെ ഭഗവതിയുടെ നടത്തം അന്നനടയാണ് അപ്പോൾ ഈ അരയന്നങ്ങൾ ഇത് കണ്ടിട്ട് ഇതിനെ പിന്തുടരാൻ, ഈ അമ്മയുടെ പാതാരവിന്ദങ്ങൾ നടക്കുന്ന അതിനെ അനുഗമിക്കാൻ എന്ത് വേണം അവർക്ക്? അമ്മയുടെ പാദസരത്തിൻ്റെ കിലുക്കത്തെ കേട്ടുകൊണ്ട് അമ്മയുടെ പാദത്തെ പിന്തുടർന്ന് നടക്കുന്ന, അങ്ങനെ അരയന്ന നട അങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതേപോലെയാണ് അമ്മയുടെ നടനം അവർ പരിചയിച്ച് എടുത്തതാണ് ഹംസത്തിൻ്റെ നടനം എന്ന് പറയുന്നത്. നടനം എന്ന് പറഞ്ഞാൽ നടത്തം. ഇത് ചൊല്ലിയാൽ വായിച്ചാൽ ഭൂമിയിലാകാം, അതായത് അമ്മ ഭൂമിയിലൂടെ നടക്കുമ്പോൾ ആണ് ഇങ്ങനെ സംഭവിക്കുന്നല്ലോ. അരയന്നങ്ങൾ ഇത് കണ്ടിട്ട് അതേപോലെ അനുഗമിക്കുന്നത്. ഭൂമിലാഭം ധനലാഭം ഒക്കെ ഉണ്ടാവും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ഈ ശ്ലോകം ചൊല്ലിയാലുള്ള ഗുണം എന്ന് പറയുന്നത്. അതായത് റിയൽ എസ്റ്റേറ്റുമായിട്ടെല്ലാം ബന്ധപ്പെടുന്നവർക്ക് ഈ ശ്ലോകങ്ങൾ ചൊല്ലിയാൽ ഗുണമുണ്ടാകും എന്ന്. അല്ലയോ ശോഭനമാകും വണ്ണം പദവിന്യാസം ചെയ്യുന്ന ഭഗവതി, നിന്തിരുവടിയുടെ പാദവിന്യാസ ലീലയിൽ പരിചയത്തെ സമ്പാദിപ്പാനുള്ള ആഗ്രഹത്തോടു കൂടിയവയായി എന്ന് തോന്നുമാറ് ഭവനത്തിൽ വളർത്തുന്ന അരയന്നങ്ങൾ അവിടുത്തെ വിലാസഗമനത്തെ പിന്തുടരുന്നു. ഇത് നിമിത്തം അതിസുന്ദരമായ കാൽച്ചിലമ്പിൻ്റെ കിലുക്കമെന്ന വ്യാജത്താൽ നിന്തിരുവടിയുടെ പാതാരവിന്ദം അരയന്നങ്ങൾക്ക് പദവിന്യാസ ലീലയെ ഉപദേശിക്കുന്നുവോ, അതായത് ഇതിൽ ഇങ്ങനെ നടക്കൂ, എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കൂ എന്ന് ആ മണികിലുക്കം പാദസരത്തിൻ്റെ കിലുക്കം ഉപദേശിക്കുന്നുവോ എന്ന് തോന്നുമാറ് വിളങ്ങുന്നു എന്ന് പറയുന്നു.
ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൻ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.